രാജ്യത്തെ നടുക്കിയ അഹമ്മദാബാദ് വിമാന ദുരന്ത ഭൂമിയിൽ പറന്നിറങ്ങി അമിത്ഷാ. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ സംഭവ സ്ഥലത്തേക്ക് അയച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേരിട്ട് ഇടപെടൽ നടത്തുകയാണ്. കൂടാതെ വ്യോമയാന മന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അതേസമയം രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും സദാ പിന്തുണയുമായിട്ടാണ് ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നത്. എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും പിന്തുണ നൽകും വിധം വ്യോമയാന മന്ത്രി കെ രാംമോഹൻ നായിഡുവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നേരിട്ട് വ്യോമയാന മന്ത്രിയോട് സംസാരിച്ച സാഹചര്യങ്ങൾ വിലയിരുത്തുകയാണ് ചെയ്യുന്നത്. രക്ഷാപ്രവർത്തനങ്ങൾക്കും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും മേൽനോട്ടം വഹിക്കാൻ അഹമ്മദാബാദിലേക്ക് വേണ്ടപ്പെട്ട അധികാരികളെയും നിയോഗിച്ചിട്ടുണ്ടെന്ന് മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ആവശ്യമായ എല്ലാ പിന്തുണയും കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുകയാണ്. കൂടാതെ സ്ഥിതിഗതികൾ കൃത്യമായി അറിയിക്കുകയും പ്രവർത്തനങ്ങൾ കൃത്യമായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയുമാണ്. എന്നാൽ മറ്റൊരു ഞെട്ടിക്കുന്ന വിവരമാണ് ദുരന്ത നിവാരണ പ്രവർത്തനത്തിൽ നിന്നും പുറത്തു വരുന്നത്. രാജ്യത്തെ വേദനയിലാഴ്ത്തിയ അഹമ്മദാബാദ് വിമാനാപകടത്തിൽ ഒരാളെ ജീവനോടെ കണ്ടെത്തിയതായെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. 11A സീറ്റിൽ യാത്ര ചെയ്തിരുന്ന ആളെയാണ് ജീവനോടെ കണ്ടെത്തിയതെന്നും പരിക്കേറ്റ യുവാവ് ചികിത്സയിലാണെന്നും അഹമ്മദാബാദ് പോലീസ് ദേശീയ വാർത്താ ഏജൻസിയായ ANAയോട് പ്രതികരിച്ചു. അപകടത്തിൽപ്പെട്ട വിമാനത്തിൽ 242 പേരാണ് ഉണ്ടായിരുന്നത്. ആരെയും ജീവനോടെ രക്ഷിക്കാനായില്ലെന്നാണ് പോലീസ് നേരത്തെ അറിയിച്ചിരുന്നത്. 204 പേരുടെ മൃതദേഹങ്ങളാണ് അപകട മേഖലയിൽ നിന്നും കണ്ടെത്തിയിരുന്നത്. ദുരന്തത്തിൽ കണ്ണീരൊപ്പാൻ ഇന്ത്യക്കൊപ്പം ലോകവും ചേർന്നിട്ടുണ്ട്. ഇന്ത്യയെ നടുക്കിയ ആകാശ ദുരന്തത്തിൽ വേദന പങ്കുവച്ച് ലോക നേതാക്കൾ രംഗത്തെത്തിയിരിക്കുകയാണ്. 242 പേർക്ക് ജീവൻ നഷ്ടമായ വിമാന ദുരന്തത്തിൽ അനുശോചനം അറിയിച്ചും ഇന്ത്യക്ക് പിന്തുണയും ഐക്യദാർഢ്യവുമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ, യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി തുടങ്ങി നിരവധി ലോക നേതാക്കൾ രംഗത്തെത്തി. ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയുമാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഹൃദയംഗമമായ അനുശോചനം അറിയിച്ചത്. മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്കൊപ്പമുണ്ടെന്നും അഗാധമായ അനുശോചനം രേഖപ്പെടുത്തുകയും പരിക്കേറ്റവർക്ക് വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചതായും പുടിൻ അറിയിച്ചു. വലിയ ദുഃഖത്തിന്റെ ഈ സമയത്ത് റഷ്യയുടെ പിന്തുണയും ഐക്യദാർഢ്യവും ഇന്ത്യക്കൊപ്പമുണ്ടെന്നും പുടിൻ വ്യക്തമാക്കി. യൂറോപ്യൻ യൂണിയനും വിമാന ദുരന്തത്തിൽ ഇന്ത്യയെ ആശ്വസിപ്പിക്കാനെത്തി. വലിയ ദുഃഖമുണ്ടെന്നാണ് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് വ്യക്തമാക്കിയത്. വിമാന ദുരന്തത്തിന്റെ വേദനയിൽ ഇന്ത്യയെ ആശ്വസിപ്പിക്കാൻ യുക്രൈൻ ഉണ്ടാകുമെന്നാണ് പ്രസിഡന്റ് സെലൻസ്കി പറഞ്ഞത്. കാനഡ ഹൈക്കമ്മീഷനും ദുരന്തത്തിൽ അനുശോചനം അറിയിച്ചു. വിമാന ദുരന്തത്തിൽ ഒരു കാനഡ പൗരനും ജീവൻ നഷ്ടമായിട്ടുണ്ട്. ഞെട്ടിപ്പിക്കുന്ന സംഭവമെന്നാണ് പോർച്ചുഗൽ എംബസി പ്രതികരിച്ചത്. വിമാന ദുരന്തത്തിൽ 7 പോർച്ചുഗീസ് പൗരന്മാർക്കും ജീവൻ നഷ്ടമായിരുന്നു. അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനം തകർന്നു വീണുണ്ടായ ദുരന്തത്തിൽ ബ്രിട്ടനും തീരാത്ത വേദനയിലാണ്. വിമാന ദുരന്തത്തിൽ 53 ബ്രിട്ടീഷ് പൗരന്മാർക്കാണ് ജീവൻ നഷ്ടമായത്. വിമാനത്തിൽ ഉണ്ടായിരുന്ന 242 പേർക്കും ജീവൻ നഷ്ടമായെന്നാണ് മുൻപ് സ്ഥിരീകരിച്ചത്. ബ്രിട്ടീഷ് പൗരന്മാരുടെ മരണവും ഉറപ്പിച്ചത്. അതിനിടെ വിമാനാപകടത്തിൽ നടുക്കം വ്യക്തമാക്കി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ രംഗത്തെത്തി. ബ്രിട്ടീഷ് പൗരന്മാരുമായി ലണ്ടനിലേക്ക് പുറപ്പെട്ട വിമാനം ഇന്ത്യൻ നഗരമായ അഹമ്മദാബാദിൽ തകർന്നു വീഴുന്നതിന്റെ ദൃശ്യങ്ങൾ ഞെട്ടിപ്പിക്കുന്നതായിരുന്നെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി എക്സ് പ്ലാറ്റ്ഫോമിൽ അഭിപ്രായപ്പെട്ടു. സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്നും ഈ ദുരിതകരമായ സമയത്ത് വിമാനത്തിലുണ്ടായിരുന്ന യാത്രക്കാരോടും അവരുടെ കുടുംബാംഗങ്ങളോടും ഒപ്പമാണ് താനെന്നും സ്റ്റാർമർ വ്യക്തമാക്കിയിട്ടുണ്ട്. അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പറന്ന എയർ ഇന്ത്യ ബോയിങ് 787-8 വിമാനമാണ് തകർന്നു വീണത്. ലണ്ടനിലേക്കുള്ള യാത്രയായതിനാലാണ് ദുരന്തത്തിൽ ബ്രിട്ടനും കനത്ത നഷ്ടമുണ്ടായത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.